ട്രിവാൻഡ്രം സ്റ്റൈൽ മട്ടൻ ബിരിയാണി കഴിച്ചാലോ? വെട്ടി വെച്ച സവാളയും ഉള്ളിയും നേരത്തെ വഴറ്റി വെച്ചു കേട്ടോ. ഞാൻ അതെടുക്കാൻ വിട്ടുപോയി. പിന്നെ നമ്മൾ വീണ്ടും എടുത്തു വെച്ചിട്ട് വഴറ്റുന്നുണ്ട്. കുറച്ച് സവാളയും ഉള്ളിയും മാത്രം ഇട്ടിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടില്ലേ, അതേ സവാളയും ഉള്ളിയും കൂടെ ഇതിലോട്ട് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നല്ല ഡബിൾ ബോയിൽ പോലെ നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും. ഇത് ട്രിവാൻഡ്രം സ്റ്റൈലാണ് കേട്ടോ. എനിക്കങ്ങനെ ഈ പ്രത്യേക സ്റ്റൈലൊന്നുമില്ല കേട്ടോ. പിന്നെ 3 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഇളക്കിയതിന് ശേഷം 4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നത്. ശേഷം നമ്മൾ 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ 4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കുരുമുളക് പൊടിയും കൂടെ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. ഇഷ്ടാനുസരണം മാത്രം. കാരണം നിങ്ങൾക്ക് എരിവ് അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കാം. ശേഷം നല്ല കല്ലുപ്പിട്ട ഉപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് മാത്രമാണ് കേട്ടോ ഉപ്പ്. നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഇവിടുത്തെ മെയിൻ ഐറ്റമായ മട്ടൻ അങ്ങോട്ട് വിതറി കൊടുക്കാം. ആഹാ, എന്താ ഒരു അന്തസ്സ്. ശേഷം നമുക്ക് ഇവരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെയും നമുക്ക് ഇവനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആഹാ, അന്തസ്സ്. ശേഷം നമുക്ക് ഇവനെ വിശ്രമിക്കാനായിട്ട് കുറച്ച് നേരം വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ജാറിൽ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തൊരു പേസ്റ്റായിട്ട് നമുക്ക് എടുക്കാം. ഈ പരുവത്തിൽ അരച്ച് വെക്കണം കേട്ടോ. അരപ്പ് എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്ന് കണ്ടുവെച്ചോ. അരപ്പ് കുട്ടനെ നേരെടുത്ത് നമ്മൾ ആ മട്ടനിലോട്ട് ഇട്ടു കേട്ടോ. ഇനി നമുക്ക് അവനെയും കൂടെ ഒന്ന് ചേർക്കാം. ചേർക്കാൻ ആവശ്യമായ വെള്ളവും കൊടുത്ത് അവനെ തിളയ്ക്കാനായിട്ട് വിട്ടു കിട്ടാം. ഇനി കുറച്ച് നേരം നമുക്ക് വിശ്രമമാകാം. ഒന്ന് മാങ്ങ അരിഞ്ഞ് കഴിക്കാമെന്ന് കരുതി. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ മാങ്ങ. നിങ്ങൾക്ക് ഫേവറേറ്റ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കുറച്ച് സവാള ഇട്ട് വഴറ്റി. ഈ വഴറ്റുന്നത് ഞാൻ തന്നെയാണ്. അതാണ് കേട്ടോ ക്യാമറ ഇങ്ങനെ ഷേക്കായി പോകൊണ്ടിരിക്കുന്നത്. പൊതുവേ പണിയെടുക്കാതെ ഞാൻ ഇന്നെന്തോ കുറച്ച് പണിയെടുക്കാമെന്നും കരുതി. വഴറ്റിയ ക്ഷീണത്തിൽ തന്നെ ഞാൻ ഓടി വന്ന് കുറച്ച് മാങ്ങ കഴിച്ചു. ശേഷം നെയ്ച്ചോറ് വയ്ക്കാനുള്ള അണ്ടാവെടുത്ത് വച്ചു. ചൂടാവുന്ന സമയത്ത് തന്നെ ചോറിട്ടു. ചോറ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നേരത്തെ ഞാൻ വഴറ്റി വെച്ചിട്ട് സവാളയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറാണ്, നെയ്യ് മസ്റ്റാണ്. അപ്പോൾ നെയ്യും അമ്മ ചേർത്തു. ഇടയ്ക്ക് തന്നെ ചേട്ടൻ ഇളക്കി കൊടുക്കുന്നുമുണ്ട് കേട്ടോ. പിന്നെ എന്ത് പറയാനാ, ഒരാൾ ഇളക്കി കൊടുക്കുക, ഒരാൾ ചോറിട്ട് കൊടുക്കുക. ആ സമയത്ത് തന്നെ നെയ്ച്ചോറ് റെഡി. ഇനി കുറച്ച് നട്ട്സ് ഐറ്റം കൂടെ ആവാം. ശേഷം നമ്മൾ പ്ലേറ്റിലോട്ട് എല്ലാം സെർവ് ചെയ്ത് വെച്ചു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ ഡിഷ് ട്രൈ ചെയ്ത് കൂടെ നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.